നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാവുമോ, അതോ സ്വതന്ത്രനായ സുധാകരനെ UDF പിന്തുണ നൽകുമോ? ഇനി അതിന് സുധാകരന്റെ സമ്മതം മാത്രമേ വേണ്ടൂ. ഇത് സത്യമായാൽ KR ഗൗരിയമ്മയ്ക്ക് ശേഷം ആലപ്പുഴയിൽ നിന്നും ഇടതുമുന്നണി വിടുന്ന പ്രമുഖനായിരിക്കും സുധാകരൻ. ഇനി ഏതായാലും സുധാകരൻ CPM-ൽ ഉണ്ടാകില്ല. താൻ പങ്കെടുത്ത ചടങ്ങിൽ നിന്നും വിട്ടുനിന്ന സുധാകരനെ ഇനി പാർട്ടിക്ക് വേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. കേരളത്തിലെ ഏറ്റവും നല്ല പൊതുമരാമത്ത് മന്ത്രി എന്ന ഖ്യാതി മന്ത്രി മുഹമ്മദ് റിയാസിന് തുല്യം ചാർത്താത്തതാണ് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ സുധാകരൻ ചെയ്ത കുറ്റം. സുധാകരന്റെ പടിയിറക്കം കോൺഗ്രസ് എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. പെരുമ്പളം പാലം ഉദ്ഘാടന ചടങ്ങിന്റെ ലൈവ് സംപ്രേഷണത്തിന്റെ ലിങ്ക് തന്റെ സമൂഹ മാധ്യമ പേജിൽ നിന്നും ജി സുധാകരൻ നീക്കം ചെയ്തതും CPM-ന് സുധാകരൻ നൽകിയ മറുപടിയാണ്. മുഖ്യമന്ത്രി പാലം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലെ മുഖ്യ അതിഥിയായി സുധാകരനെയാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും അദ്ദേഹം പങ്കെടുത്തില്ല. ഇതോടെ സുധാകരനും CPM നേതൃത്വവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ മങ്ങി. ഉദ്ഘാടന ചടങ്ങിന്റെ ലൈവ് സംപ്രേഷണം ഉണ്ടാകുമെന്ന് സുധാകരന്റെ ഫേസ്ബുക്ക് പേജിൽ രാവിലെ അറിയിപ്പുണ്ടായിരുന്നു. അതോടെ സുധാകരനും പാർട്ടിയും തമ്മിലുള്ള പിണക്കത്തിന്റെ മഞ്ഞുരുകി എന്ന തരത്തിൽ റിപ്പോർട്ടുകളും വന്നു. എന്നാൽ തന്റെ അറിവോടെയല്ല അറിയിപ്പ് വന്നതെന്നും പേജിന്റെ അഡ്മിനാണ് അത് ചെയ്തതെന്നും പറഞ്ഞ സുധാകരൻ ലൈവ് ലിങ്ക് നീക്കം ചെയ്യുകയായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗമാണ് അഡ്മിൻ. നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് സുധാകരനെ പരിപാടിക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയും മുഖ്യ അതിഥിയായി നോട്ടീസിൽ പേരും ചിത്രവും ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സുധാകരൻ വിട്ടുനിന്നതെന്നാണ് വിവരം. അതിനിടെ ആലപ്പുഴയിൽ പരിപാടിക്കെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരന്റെ വീടിന് സമീപമാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയത്. 9:45 കാർമൽ പോളിടെക്നിക് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ മുഖ്യമന്ത്രി കുട്ടനാട്ടിലെ പരിപാടിക്ക് ശേഷമാണ് പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിനായി പോയത്. മുഖ്യമന്ത്രി സുധാകരനുമായി സംസാരിക്കുമെന്ന പ്രതീക്ഷ ചില നേതാക്കൾക്കുണ്ടായിരുന്നു. പെരുമ്പളം പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 2016-ൽ ഇടതു സർക്കാർ വന്നതിനാലാണ് പാലം യാഥാർത്ഥ്യമായതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ആരോഗ്യരംഗം ലോകത്തിന് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വേമ്പനാട്ടുകായലിലെ ദ്വീപ് പഞ്ചായത്തായ പെരുമ്പളത്തേക്കുള്ള ആദ്യ പാലമാണിത്. ഉദ്ഘാടനം കഴിഞ്ഞതോടെ 3 KSRTC ബസ്സുകൾ പാലത്തിലൂടെ സർവീസ് നടത്തി. മന്ത്രി PM മുഹമ്മദ് റിയാസും അധ്യക്ഷത വഹിച്ചു. CPM-മായി ഇടഞ്ഞു നിൽക്കുന്ന മുൻ മന്ത്രി ജി സുധാകരൻ കഴിഞ്ഞ ദിവസം നിലപാട് മയപ്പെടുത്തിയിരുന്നു. മുൻ MP CS സുജാത നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു മഞ്ഞുരുക്കം. പാർട്ടി ബന്ധം ഉപേക്ഷിക്കില്ലെന്ന് ജി സുധാകരൻ വ്യക്തമാക്കി. എന്നാൽ പാർട്ടി അംഗത്വം തൽക്കാലം പുതുക്കില്ല, അനുഭാവിയായി തുടരും. അംഗത്വം പുതുക്കാൻ 31 വരെ സമയമുണ്ട്. അനുനയ നീക്കം തുടരാനായിരുന്നു പാർട്ടിയുടെ തീരുമാനം. സുധാകരനുമായി സംസാരിക്കാൻ പാർട്ടി നേതൃത്വം ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അതിന്റെ ഭാഗമായി ആയിരിക്കുമല്ലോ കേന്ദ്ര കമ്മിറ്റി അംഗം പോയി കണ്ടത്. പാർട്ടി നേതൃത്വം വേണ്ട രീതിയിൽ ഇടപെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. നേരത്തെ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. പാർട്ടി നേതൃത്വമാണ് ഇടപെടൽ നടത്തേണ്ടത്, അത് നടത്തുന്നുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ജി സുധാകരനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനായിരുന്നു CPM-ന്റെ തീവ്ര ശ്രമം. സുധാകരൻ രൂക്ഷമായി വിമർശിച്ച സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു. ഈ ദിവസങ്ങളിൽ ആലപ്പുഴയിൽ എത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരനെ ബന്ധപ്പെട്ടേക്കാമെന്നാണ് വിവരം. എന്നാൽ അതുണ്ടായില്ല. ബുധനാഴ്ച രാത്രി സുധാകരനെ ഫോണിൽ ബന്ധപ്പെട്ട ഗോവിന്ദൻ താൻ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ലെന്ന് വിശദീകരിച്ചെങ്കിലും അംഗത്വം പുതുക്കുന്നില്ലെന്ന നിലപാട് സുധാകരൻ ആവർത്തിച്ചു. എല്ലാം തെറ്റിദ്ധാരണയാണെന്ന് ഗോവിന്ദൻ വിശദീകരിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചിരിച്ചത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ്. പരിഹസിച്ചെന്ന വിധത്തിൽ മാധ്യമങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുകയാണെന്നും പറഞ്ഞു. സുധാകരനുമായി നല്ല ബന്ധം പുലർത്തുന്ന ജനറൽ സെക്രട്ടറി MA ബേബിയും അനുനയ നീക്കങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല ജില്ലകളിലും സംഘടനാ പ്രശ്നങ്ങൾ നേളിച്ചുവെന്ന സ്വയം വിമർശനം പാർട്ടി നടത്തിയിരുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തുടർഭരണം കൊണ്ടുവരുമെന്ന ആത്മവിശ്വാസത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം അതിന്റെ വഴിക്ക് വിട്ടതാണ് ഇപ്പോൾ പൊട്ടിത്തെറിയിലെത്തിയത്. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം വിഭാഗീയതയ്ക്കെതിരെ ആദ്യം ഇടപെട്ട ജില്ല ആലപ്പുഴയായിരുന്നു. എന്നാൽ അതേ ഗോവിന്ദന്റെ നാക്കുപിഴയാണ് ആലപ്പുഴയിൽ ജി സുധാകരനെ പ്രകോപിതനാക്കിയത്. പരസ്യ പ്രതികരണങ്ങളിൽ സെക്രട്ടറി കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തണമെന്ന ആവശ്യത്തിന് ഇപ്പോൾ പാർട്ടിക്കുള്ളിലും ആക്കം കൂട്ടി.
ഐഷ പോറ്റിയെയും രാജേന്ദ്രനെയും പാർട്ടി പുറത്താക്കിയതിൽ 2 ജില്ലകളിലെയും വിഭാഗീയത സംസ്ഥാന നേതൃത്വം പുലർത്തിയ നിസ്സംഗതയുണ്ട്. പി.കെ. ശശി പുകഞ്ഞുകൊള്ളിയെന്ന വിചാരം ഏറെക്കാലമായി പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. എന്നാൽ അവസാന നിമിഷം വരെ പദവികളിൽ സംരക്ഷിച്ചു പിടിച്ചു. അച്ചടക്ക ലംഘനം കണ്ടെത്തിയപ്പോൾ പാലക്കാട് ജില്ലാ നേതൃത്വത്തെ തൃപ്തിപ്പെടുത്താൻ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയതല്ലാതെ KTDC ചെയർമാൻ പദവി തിരിച്ചെടുത്തില്ല. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പിലെ ഉന്നത പദവിയിൽ തുടർന്നുകൊണ്ടാണ് ശശി തുടർച്ചയായി അച്ചടക്ക ലംഘനം നടത്തിയത്. മട്ടന്നൂരിൽ നിന്ന് KK ശൈലജയെ മാറ്റിയതിന് ടേം വ്യവസ്ഥ ബാധകമാക്കിയെങ്കിലും അതിനു പിന്നിൽ ഉൾപാർട്ടി രാഷ്ട്രീയമെന്ന ആരോപണമുയർന്നു. എനിക്ക് മാത്രം എന്ത് അയോഗ്യതയെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചോദിച്ച ശേഷമാണ് പേരാവൂർ നൽകിയത്. തളിപ്പറമ്പിൽ താൻ ഒഴിയുന്ന സീറ്റിൽ ഭാര്യ എന്ന ശൈലി ദഹിക്കാത്തത് CPM അണികൾക്ക് തന്നെയാണ്. ശ്യാമള സ്ഥാനാർത്ഥിയായത് തന്റെ ഭാര്യ ആയതുകൊണ്ടല്ലെന്ന് MV ഗോവിന്ദന് വാദിക്കാമെങ്കിലും എതിർപ്പുയർന്നിട്ടും മറ്റു പേരുകൾ പരിഗണിക്കാത്തതിന് കാരണം ഗോവിന്ദന്റെ പദവിയാണെന്ന എതിർവാദം തള്ളാനാകില്ല. സുധാകരനെ സംസ്ഥാനത്തുള്ള സൽപ്പേരാണ് CPMനെ ഭയപ്പെടുത്തുന്നത്. കോൺഗ്രസിനെ സന്തോഷിപ്പിക്കുന്നതും അതുതന്നെയാണ്. കോൺഗ്രസിൽ ചേർന്നില്ലെങ്കിൽ സുധാകരൻ മത്സരിക്കാൻ തയ്യാറായാൽ അത് CPMന്റെ തോൽവിക്ക് കാരണമാകും. മലമ്പുഴയിൽ VSന്റെ മുൻ PA A. സുരേഷ് UDF സ്ഥാനാർത്ഥിയാവുമെന്ന വാർത്ത CPMനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനെ കൈയൊതുക്കത്തോടെ നയിക്കാൻ CPMന് കഴിയാത്തതും മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തോടുള്ള നീരസം കൊണ്ട് മാത്രമാണ്. ഇതാണ് കോൺഗ്രസ് ഉപയോഗിക്കാൻ പോകുന്നത്. KC വേണുഗോപാലും സുധാകരനും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. CPMമായി തെറ്റിയ ശേഷം പലവട്ടം സുധാകരനുമായി KC വേണുഗോപാൽ ഫോണിലൂടെയും അല്ലാതെയും ചർച്ച നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KC വേണുഗോപാൽ പറയുന്നതെല്ലാം അനുസരിക്കുന്ന മട്ടാണ് സുധാകരനുള്ളത്. വാശിക്കാരനാണ് സുധാകരൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യതയാണ്. പ്രായം പറഞ്ഞാണ് ആദ്യം സുധാകരനെ വെട്ടിയത്. പരിധി മാനദണ്ഡം പാർട്ടിക്ക് ഗുണമാകില്ലെന്നും സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. 75 വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണമെന്ന തീരുമാനം പ്രസ്ഥാനത്തിന് ഗുണകരമാണോ എന്ന് പരിശോധിക്കണം. ചട്ടം കൊണ്ടുവന്നിട്ട് കുറച്ചു വർഷമേ ആയുള്ളൂ. ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടെ എന്നും ഈ ചട്ടം ഇരുമ്പ് ഉലയ്ക്കൊന്നുമല്ലല്ലോ എന്നും സുധാകരൻ ചോദിച്ചിരുന്നു. EMSന്റെയും AKGയുടെയും കാലത്തായിരുന്നെങ്കിൽ അവർ എന്നേ റിട്ടയർ ചെയ്തു പോകേണ്ടി വന്നേനെ എന്നും അദ്ദേഹം പറഞ്ഞു. 75 വയസ്സ് കഴിഞ്ഞുള്ള വിരമിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല. പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുവന്നു. ഞങ്ങളെല്ലാം അംഗീകരിച്ചു. ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടെ? ചട്ടം ഇരുമ്പുലക്കയല്ല. പറ്റിയ നേതാക്കളെ കിട്ടാതെ വന്നാൽ എന്തു ചെയ്യും? 75 വയസ്സ് കഴിഞ്ഞവരെ മത്സരിപ്പിക്കണമെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ വയസ്സായതുകൊണ്ട് സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നും സുധാകരൻ ചോദിച്ചു. പിണറായി വിജയൻ 75 വയസ്സ് കഴിഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രിയാകാൻ വേറെ ആൾ വേണ്ടേ? പ്രായപരിധിയിൽ ഇളവ് നൽകിയാണ് പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കിയത്. പാർട്ടി പരിപാടിയിൽ ഇല്ലാത്ത ഒരു ചട്ടമാണ് വിരമിക്കൽ. പാർട്ടി നേതാക്കളും പൊതുജനങ്ങൾ ബഹുമാനിക്കുന്നവരെ കിട്ടാനില്ലെങ്കിൽ എന്തു ചെയ്യും? ഇതെല്ലാം ഗൗരവമുള്ള കാര്യമാണ്. ഇതെല്ലാം സമൂഹത്തോട് സംസാരിക്കുന്നത് അവരുടെ താല്പര്യങ്ങളാണ് നോക്കേണ്ടത്. തോൽക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അസംബ്ലിയിലും പാർലമെന്റിലും ആളെ നിർത്തിയിട്ട് കാര്യമുണ്ടോ? അയാൾ തോറ്റുപോകും എന്നറിയാം. ചുമ്മാതെ നിർത്തുകയാണ്. പാർലമെന്റിലെല്ലാം തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ പലരും നിൽക്കുന്നത്. ഇതെല്ലാം പരിശോധിക്കേണ്ട കാര്യമാണെന്നും സുധാകരൻ പറഞ്ഞു. സുധാകരനെതിരെ CPM എന്തിനാണ് നടപടിയെടുക്കുന്നത്? നടപടിയുടെ കാര്യത്തിൽ കേരളം കാത്തിരിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അറിയാം. അമ്പലപ്പുഴയിൽ CPM ജയിച്ചില്ലെങ്കിൽ സുധാകരനെ ഇല്ലാതാക്കാനാണ് CPM ശ്രമിച്ചത്. സലാമിന് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ലെന്നാണ് CPMന്റെ മുറുമുറുപ്പ്. 11,125 വോട്ടാണ് സലാമിന് കിട്ടിയതെന്ന് ഓർമ്മ വേണം. 2016 സുധാകരന് കിട്ടിയ ഭൂരിപക്ഷം 23,000 വോട്ടാണ്. അത് സുധാകരനാണ്, ഇത് സലാമും. സലാം അമ്പലപ്പുഴയ്ക്ക് യോജിച്ച സ്ഥാനാർത്ഥിയല്ലെന്ന് അദ്ദേഹത്തെ മത്സരിപ്പിച്ചപ്പോൾ തന്നെ അഭിപ്രായം ഉയർന്നിരുന്നു. എന്നാൽ ഇടതുമുന്നണി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. സുധാകരനും ഒട്ടും കുറച്ചില്ല. എന്നാൽ സീറ്റ് കിട്ടാത്തതിന്റെ സ്വാഭാവിക വിഷമം സുധാകരനുണ്ടായിരുന്നു. എന്നിട്ടും സുധാകരനെതിരെയാണ് CPM ഇപ്പോഴും സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് സുധാകരനെതിരെ CPM സംസാരിക്കുന്നത്? സുധാകരൻ അച്ചടക്കമുള്ള പാർട്ടി നേതാവാണ്. അദ്ദേഹം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് ഒരു പരാതിയുമില്ല. എന്നിട്ടും പാർട്ടിക്ക് അദ്ദേഹം അനഭിമതനായി. ഇവിടെയാണ് ഒന്നാം പിണറായി സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ പ്രസക്തമാകുന്നത്. പൊതുമരാമത്ത് വകുപ്പിലാണ് താരതമ്യേന അഴിമതി കുറഞ്ഞിരുന്നത്. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിൽ മന്ത്രി അറിയാതെ അഴിമതി നടന്നിരുന്നു. അത് കിഫ്ബി വഴിയാണ് നടത്തിയത്. അതിൽ സുധാകരൻ അസ്വസ്ഥനായിരുന്നു. അതുകൊണ്ടാണ് സുധാകരൻ തോമസ് ഐസക്കുമായി കൊമ്പ് കോർത്തത്. ഊരാളുങ്കൽ എന്ന
കമ്പനിക്ക് വഴിവിട്ട് കരാർ നൽകുന്നതിനെ സുധാകരൻ എന്നും എതിർത്തിരുന്നു. ഇത് CPM-നെ നിരന്തരം അസ്വസ്ഥരാക്കി. സുധാകരന്റെ അനുഭവം ആവർത്തിക്കാതിരിക്കാനാണ് ഇക്കുറി പൊതുമരാമത്ത് വകുപ്പ് CPM വിശ്വസ്തനെ ഏൽപ്പിച്ചത്. സുധാകരന് സീറ്റ് നൽകിയതുമില്ല. ഇത്തരത്തിൽ തീർത്തും ദുഃഖിതരായ തന്നെ ആരോപണങ്ങൾ ഉയർത്തി വീണ്ടും വേദനിപ്പിക്കരുതെന്ന് G. സുധാകരൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നന്നായി കൊടുത്ത മാധ്യമങ്ങൾക്ക് അഭിനന്ദനമെന്നും സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സുധാകരന്റെ പ്രവർത്തനം അനുകൂലമായിരുന്നില്ലെന്നായിരുന്നു പൊതുവികാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സുധാകരൻ സജീവമായിരുന്നില്ലെന്നും വിമർശനപരമായ പ്രസ്താവനകൾ നടത്തിയതും ചില അംഗങ്ങൾ ഉന്നയിച്ചു. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അറിയാതെ സുധാകരനെതിരെ ജില്ലാ കമ്മിറ്റി രംഗത്തെത്തില്ല. ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ സംയുക്തമായി കൊല്ലുന്ന പാർട്ടിയാണ് CPM. 11,000 വോട്ടിന് ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ടും മുറുമുറുപ്പ് മാറിയില്ലെങ്കിൽ അത് മറ്റെന്തോ അസുഖമാണെന്ന് തന്നെ പറയേണ്ടി വരും. വിറപ്പിച്ചും വിരട്ടിയും അഴിമതിക്ക് ഒപ്പം നിൽക്കാൻ കഴിയുന്ന ഒരാളല്ല സുധാകരൻ. അദ്ദേഹത്തിന് ആരെയും ഭയമില്ല. ഇമേജിന്റെ തടവറയിൽ നിൽക്കുന്നത് സുധാകരനെ അഴിമതിക്കാരനാക്കാൻ CPM മാക്സിമം ശ്രമിച്ചതാണ്. അത് നടക്കാതെ വന്നതിന്റെ വൈരാഗ്യമാണ് പാർട്ടി തീർത്തുകൊണ്ടിരിക്കുന്നത്. അത് സുധാകരനെതിരെ നടപടിയിൽ കലാശിക്കുമോ എന്ന് കണ്ടറിയണം. അതോ അതിനു മുമ്പ് സുധാകരൻ സ്വതന്ത്രനാകുമോ എന്നും കണ്ടറിയാം.